വന്നൊന്ന് ഫ്രഷായി സെറ്റായി. അപ്പം നോമ്പും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ റംസാൻ ഇപ്പോൾ ഇവിടെ ഒന്നും ഇല്ല, സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ ഞങ്ങൾ ഗ്രാൻഡിലോട്ടൊന്ന് ഇറങ്ങാമെന്ന് വെച്ച്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ നമ്മൾ വന്ന് തന്നെ ഫ്രഷ് ആയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കുവാണ് കേട്ടോ. ഇവിടെ ഒരാൾ നോമ്പൊക്കെ പിടിച്ച് ക്ഷീണിച്ച് ഉറങ്ങുകയാണ് ഗൈസ്. ഇവിടെ ഇപ്പോൾ ഏകദേശം ഉച്ചയായിട്ടുണ്ടെങ്കിലും തണുപ്പാണ് കേട്ടോ. ഒരു തുള്ളി പോലും വിയർക്കുന്നില്ല, അത്ര തണുപ്പാണ്. ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഇതിലും എക്സ്ട്രീം തണുപ്പായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് ഗ്രാൻഡിലോട്ടാണ്. നമ്മൾ പണ്ട് തൊട്ടേ എന്തുണ്ടെങ്കിലും മേടിക്കാൻ ആദ്യം ഓടുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. നാട്ടിൽ അർമാനി പോണ പോലെ ഗൈസ് ഞങ്ങൾ ഇവിടെ ആയിരുന്നപ്പോൾ ഗ്രാൻഡിൽ വരുന്നത്. എന്തിനും ഏതിനും ഗ്രാൻഡ്. വർഷങ്ങൾക്ക് ശേഷം നീങ്ങുക. ഇവിടെ മിക്കവാറും പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പം നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. വേണ്ടതെല്ലാം മേടിച്ച് നിൽക്കാനുള്ള സമയമില്ല. ഇപ്പം തന്നെ ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചെന്ന് കുക്ക് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ മേടിക്കുന്നില്ല. അത്യാവശ്യം വേണ്ടത് മാത്രമേ ഉള്ളൂ എടുക്കുന്നത്. കപ്പ് നൂഡിൽസ് ഇത് സിമ്പിളാണ്. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനമാണ്. ചൂടുവെള്ളം ഇടുക, മിക്സ് ചെയ്യുക, കഴിക്കുക. അമ്മേ എണ്ണ മനയോ. ഇവിടെ ഗൈസ് നമ്മുടെ അവിടെ പോലെ പാക്കറ്റിലൊന്നുമല്ല. ഇവിടുത്തെ പാല് ക്യാനിലാണ് വരുന്നത്. നൈസ് ടേസ്റ്റാണ്. എൻ്റെ ഫേവറേറ്റ് ആണ് ഓൾ ടൈം. 15 റിയാല്. 12 റിയാലിന് ഇത്രയും 12 വലുതെടുക്കാനാ 13 13 റിയാല് ഇതെടുക്കുന്നു. ഇവിടെ ലൂസായിട്ട് മേടിക്കുന്നതിൽ ഇങ്ങനെ മേടിക്കുന്നതാണ് ലാഭം. ഇതില്ലാതെ എന്ത് ലൈഫ്. അവരത് നോക്കുന്ന സമയം കൊണ്ട് ഞാൻ പോയി ഇത് തപ്പിയെടുത്തു. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഇത്, ഈ ചിക്കൻ നഗറ്റ്സ്. മീൻ തേങ്ങ ചുരണ്ടി കിട്ടും ഇവിടെ. കാരണം നമുക്ക് നാട്ടിലെ പോലെ തേങ്ങ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി ചിരണ്ടണ്ട. ഇതിനകത്ത് ആൾക്കാരുണ്ട് നമുക്ക് മെഷീനിൽ ചിരണ്ടി തരും. പിന്നെ ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് തേങ്ങ ഇവിടെ ചിരകിയിട്ടാണ് കേട്ടോ കിട്ടല്. നമുക്ക് ആവശ്യമുള്ള തേങ്ങ എടുത്തത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവരിത് ചിരകി ഇത് ഇങ്ങനെ പാക്ക് ചെയ്ത് തരും കേട്ടോ. പിന്നെ അത് ഫ്രീസറിൽ വെച്ച് യൂസ് ചെയ്യലാണ്. ഇവിടെ ഇങ്ങനെ ഇതെന്തുവാ സാധനം? ഇത്രയും ചെറുതാ? തക്കാളി അല്ല, ലെമൺ യെല്ലോ, ഇത് ഓറഞ്ച്, ഇത് നാരങ്ങ. ഇതിൻ്റെ മുതുക്ക് നാരങ്ങ. തക്കാളി നമ്മുടെ തക്കാളിയുടെ വലിപ്പം തന്നെ. തക്കാളിയാണ് ഗൈസ്, തക്കാളി തണ്ണിമത്തൻ്റെ അത്രയുള്ളൂ. തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ വാങ്ങിക്കേ. ഇഞ്ചി ചെറിയ ഇഞ്ചി ഉണ്ടല്ലേ. അയ്യോ അവിടെ എന്തോ വലിയ ഇഞ്ചി കിടക്കുന്ന മറ്റേ അപ്പുറത്ത്. ഏത്തപ്പഴം കണ്ടോ. ഇത് ഇവിടുത്തെ ഫിലിപ്പീൻസിൻ്റെ ഏത്തപ്പഴമാണ്. ഫിലിപ്പീനുകൾ കഴിക്കുന്നത്. നമ്മളെ മേടിക്കും. ഇങ്ങനെ പോകുമ്പോഴത്തേക്കാണെങ്കിൽ അവിടെ നോക്കിയപ്പോൾ ഒരു സാധനം കണ്ടത് ആടിൻ്റെ തല മുറിച്ച് വെച്ചേക്കുന്നു. അങ്ങനെ അത് വാപ്പി അവരോട് പറയുന്നുണ്ട് കുറച്ചുകൂടെ അടുത്ത് കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടില്ല, കാണുമ്പോൾ തന്നെ പേടി വരുത്. ഓക്കെ, പിസ്സയിലൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ സലാഡ്. എനിക്കിത് മേടിച്ചു തരുവാ. അപ്പോൾ നമ്മുടെ സാധനം പാക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഒലീവ്സ് ഇവിടുത്തെ സൗദികളുടെ മെയിൻ സംഭവമാണ് കേട്ടോ.
പിന്നെ അവിടെ നോമ്പ് തുറക്കുള്ള പൊരിയും കാര്യങ്ങളൊക്കെ പാക്കറ്റ് മേടിക്കുന്നുണ്ട്. ഹെവി ലൈസൻസ് ഉള്ള ഡ്രൈവറാ. ഒരു ട്രോളി തള്ളാലുണ്ട് പാട് കൊടുത്ത് കണ്ടോണേ. അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നേരെ ബില്ലിംഗ് കൗണ്ടറിലോട്ടാണ് പോണത്. അങ്ങനെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. 4 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. നോമ്പ് തുറക്കി വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളൂ. ഇനി ഒന്നും കൂടെ വരണം. അപ്പോൾ വെയിലുണ്ട്, പക്ഷേ തണുപ്പും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.